നമസ്കാരം. 1994 മുതൽ 2024 വരെ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് പുതുക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ അതിനുള്ള അവസരം വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വിവരങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾക്ക് അവരുടെ കാർഡ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പുതുക്കാൻ കഴിയാത്തവരുമുണ്ട്. നിങ്ങളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കാർഡ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പുതിയത് എങ്ങനെ എടുക്കാമെന്നറിയാമോ? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പുതിയ കാർഡ് നേടാനാകും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. എംപ്ലോയ്മെന്റ് കാർഡ് നഷ്ടപ്പെട്ടു പോയവർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കാർഡ് നമ്പർ കണ്ടുപിടിക്കുക എന്നതാണ്. അതിന് എളുപ്പമാർഗമുണ്ട്. അത് നിങ്ങൾ എംപ്ലോയ്മെന്റിൽ ആദ്യം രജിസ്റ്റർ ചെയ്തത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതെടുക്കുക. അതിൻ്റെ പുറകുവശം പരിശോധിച്ചാൽ ഇതുപോലെ സീൽ ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടാകും. ആ നമ്പരും നിങ്ങളുടെ ID പ്രൂഫുകളും ഡോക്യുമെന്റുകളുമായിട്ട് എംപ്ലോയ്മെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ സീനിയോറിറ്റിയോട് കൂടി തന്നെ പുതുക്കി പുതിയ കാർഡ് ലഭിക്കുന്നതാണ്. എംപ്ലോയ്മെന്റ് ഓഫീസുകളിൽ പോകാതെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പുതുക്കുന്നതിൻ്റെ വീഡിയോയും ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കേരള എന്നാണ്. ഇതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം രജിസ്ട്രേഷൻ ഇയറും / ഇട്ടതിന് ശേഷം രജിസ്ട്രേഷൻ നമ്പറും ടൈപ്പ് ചെയ്യുക. എങ്കിലേ ലോഗിൻ ആവുകയുള്ളൂ. എന്നിരുന്നാലും ID കാർഡ് ലഭിക്കാൻ നേരിട്ട് ഓഫീസിൽ തന്നെ പോകേണ്ടി വരും. കാരണം മൊബൈൽ ആപ്ലിക്കേഷനിൽ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിലും ഞാൻ നോക്കിയിട്ട് ഡൗൺലോഡ് ആവുന്നില്ല. നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്താൽ മതിയാവും. മറ്റൊരു ഓപ്ഷൻ കൂടിയുള്ളത് www.employment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. മുൻപ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ IDയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇല്ലെങ്കിൽ മുകളിൽ തൊഴിൽ അന്വേഷകരുടെ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ എടുത്ത് ഡീറ്റെയിൽസ് കൊടുത്ത് ഒരു IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ആയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസ് കാണാം. ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോയും കാണാൻ കഴിയുന്നതാണ്. ആ ഫോട്ടോയുടെ താഴെ ID കാർഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ രജിസ്ട്രേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. ഇനി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കാർഡ് നഷ്ടപ്പെട്ടാലും ഉടൻ തന്നെ ഈ രീതിയിൽ പുതിയതെടുക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.